2019 ഫെബ്രുവരി 17 പെരിയ കല്യോട്ട് ഗ്രാമത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെടുന്നത്. CPM ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ വരെ ഈ കേസിൽ പ്രതികളായി എന്നറിയുക. 6 കൊല്ലമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചി CBI കോടതി അന്തിമ വിധി പറയും. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫെബ്രുവരി 17 കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട സംഘാടക സമിതി യോഗം നടക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട 2 ചെറുപ്പക്കാരാണ് കൃപേഷും ശരത് ലാലും. ഞാൻ നിൽക്കുന്ന ഈ വയലിൽ വെച്ചാണ് അന്ന് പെരുങ്കളിയാട്ടത്തിൻ്റെ വലിയ സംഘാടക സമിതി യോഗം നടന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആ യോഗത്തിൻ്റെ ഭാഗമായി ഇവിടെയായിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് കൃപേഷും ശരത് ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി മണ്ഡപത്തിൻ്റെ പ്രവേശന കവാടമുണ്ട്. ആ കവാടം നിൽക്കുന്ന റോഡിലൂടെയാണ് ശരത് ലാലിൻ്റെ അന്നത്തെ വീട്ടിലേക്ക് പോവുക. ആ വഴിയിലായിരുന്നു കൊലപാതകം. ഞാനിപ്പോഴിരിക്കുന്ന ഈ കലുങ്കിലിരുന്നാണ് പ്രതികളിലൊരാളായ രഞ്ജിത്ത് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും യാത്രയെക്കുറിച്ച് മറ്റ് പ്രതികൾക്ക് വിവരം നൽകുന്നത്. ഈ കൃപേഷിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു രഞ്ജിത്ത്. ഫെബ്രുവരി 21 ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായ ദീപുവിൻ്റെ കല്യാണം. ദീപുവിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ ശരത് ലാലും കൃപേഷും. അവർക്ക് ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, രാജീവ് ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആ ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ചെറുപ്പക്കാരും ഈ കല്യാണത്തിന് വേണ്ടി ഡ്രസ് കോഡൊക്കെ തയ്യാറാക്കിയിരുന്നു. ആ ഡ്രസ് കോഡിന് വേണ്ടിയുള്ള പണം അത് ശരത് ലാലിൻ്റെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഫെബ്രുവരി 17 രാത്രി വൈകിട്ട് 7:30 കൃപേഷും ശരത് ലാലും ആ ഡ്രസ് കോഡിനായി സ്വരൂപിച്ച പണം എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ റോഡിലൂടെ, ഞാൻ പോകുന്ന ഈ റോഡിലൂടെ ശരത് ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വെച്ചാണ് ശരത് ലാലും കൃപേഷും സഞ്ചരിച്ച പൾസർ ബൈക്ക് പ്രതികൾ ചവിട്ടി വീഴ്ത്തുന്നത്. കൃപേഷായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. പ്രതികളുടെ ആദ്യ വെട്ട് കൃപേഷിൻ്റെ തലക്കേറ്റു. മാരകമായി മുറിവേറ്റതോടെ പ്രാണഭയത്താൽ ഇതുവഴി കൃപേഷ് ഇറങ്ങിയോടി. പിന്നീട് ബൈക്കിനടിയിൽപ്പെട്ട ശരത് ലാലിനെ തുടരെ ഈ പ്രതികൾ വെട്ടി. മാരകമായ മുറിവേറ്റ ശരത് ലാൽ അന്ന് കിടന്നിരുന്ന സ്ഥലം ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ കൊടിമരം സ്ഥാപിച്ച ആ ഇടത്താണ്. അന്ന് ശരത് ലാലിൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സഹോദരിയും അവൻ്റെ ഫാമിലിയും കല്യാണത്തിന് പോയിട്ട് രാത്രി തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതും അതിൻ്റെ അടുത്ത് ഒരാൾ കിടക്കുന്നതും കണ്ടത്. അപ്പോൾ സഹോദരിയാണ് ആദ്യം വന്ന് ഇറങ്ങി ഇത് നോക്കുന്നത്. അപ്പോഴാണിത് ശരത് ലാലാണ് ഇവിടെ വീണ് കിടക്കുന്നതെന്നും അപ്പോൾ ആദ്യം ഒരു ആക്സിഡൻറ്റ് എന്നാണ് നമുക്ക് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഓടി വരുന്നത്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ആ വാഹനത്തിലുണ്ടായിരുന്നവർ ശരത് ലാലിനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ശരത് ലാലിൻ്റെ ശരീരത്തിൽ ഏകദേശം കാലിനായിരുന്നു ഏറ്റവും അധികം മുറിവുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തക്ക രീതിയിൽ വെട്ടി അരിഞ്ഞ് തൂങ്ങിയ നിലയിലായിരുന്നു കാലുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം തലയിൽ 13-14 സെൻറ്റിമീറ്റർ നീളത്തിലായത്തിലുള്ളൊരു മുറിവുണ്ടായിരുന്നു. ചെവിയുടെ ഒരു ഭാഗം തന്നെ പറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു തലയുടെ മുറിവുണ്ടായിരുന്നു. തലയ്ക്ക് മഴുകൊണ്ടുള്ള ആഴത്തിലുള്ള വെട്ടേറ്റ് കൃപേഷ് ഇറങ്ങിയോടി. ഇതുവഴിയാണ് കൃപേഷ് ഇറങ്ങിയോടിയത്. ഏകദേശം 200 മീറ്റർ അകലെ വെച്ച് കൃപേഷ് ചോര വാർന്ന് വീണു. കൃപേഷ് ഓടിയ ഈ വഴിയാകെ രക്തമായിരുന്നു. അങ്ങനെ ഈ രക്തം കണ്ട ആ സ്ഥലം തേടി നടത്തിയ തെരച്ചിലാണ് കൃപേഷിനെ ഈ ചാലിനപ്പുറത്തുള്ള ആ വാഴത്തോട്ടത്തിനടുത്ത് വീണ് കിടക്കുന്ന നിലയിൽ
കണ്ടെത്തിയത്. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ വീടാണ്. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ പ്രാണഭയത്താൽ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ഓടിയതായിരിക്കാം. ഇവിടെയുള്ള എല്ലാ മേഖലകളിലും, ചെണ്ടയിലും ഫുട്ബോളിലും വായനശാല പ്രവർത്തനങ്ങളിലും പഠനരംഗത്തുമൊക്കെ മികച്ചു നിന്ന 2 ചെറുപ്പക്കാരാണിവർ. എന്ത് രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഇവരുടെ ജീവനെടുത്ത മുഴുവൻ പ്രതികൾക്കും കനത്ത ശിക്ഷ ലഭിക്കണം. ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24.